ജസ്റ്റി ഞാനേ ഒരു കളി കളിക്കട്ടെ. ജസ്റ്റി ഒരു ഗെയിം കൂടുവോ എന്റെ അടുത്ത്? എന്നാ ഒന്നും കൂടുവോ? കട്ടക്ക് നിൽക്കുവോ? പറ. ഇഷ്ടം പോലെ സമയമുണ്ട്. കൊച്ചു ഇവിടെ ഇല്ല. ശ്വാസം കൊണ്ട് ഓടി വന്നിട്ട് പെട്ടെന്ന് പ്ലാൻ ചെയ്താണേ. അപ്പൊ അതിനു മുമ്പ് ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ, ഇങ്ങനത്തെ വീഡിയോ ഒക്കെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ, എന്റെ പേര് ലിറ്റി ജസ്റ്റിൻ, നമ്മുടെ ചാനലിന്റെ പേര് ലിറ്റി ജസ്റ്റിൻ. കാണുമ്പോ എന്റെ വീഡിയോ എപ്പോഴും നിങ്ങൾ കാണും. പക്ഷെ ഇത് ഇവിടെയോ ഈ മണ്ടൻ ഒരു സാധനം കണ്ടോ, സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ ബട്ടൺ, അവനല്ല നശിപ്പിക്കും. ഞാനിച്ചിരി ഭാവാത്മകമായിട്ട് പറഞ്ഞതാ. മുട്ടമ്പരി അവിടെ ഇരിക്കുന്നത് മണ്ട ഒരു ബട്ടൺ കണ്ടില്ലേ, സബ്സ്ക്രൈബ്. ആ സാധനം നിങ്ങൾക്ക് ഇവിടെ ഞെക്കാനുള്ളതാ. അതൊക്കെ ഞെക്കിയിട്ട് വേണം കാണാൻ. കേട്ടല്ലോ, ലൈക്ക് അടിച്ചേക്കാം. അപ്പോൾ ഇതുവരെ ഞങ്ങൾ ചെയ്യാത്ത, ഞങ്ങളുടെ വ്ളോഗിങ് ചരിത്രത്തിൽ ഇതുവരെ ചെയ്യാത്തൊരു കാര്യത്തിലേക്ക് ഞങ്ങൾ കടക്കുവാണ്. കപ്പിൾ ചലഞ്ച്. കപ്പിൾ ചലഞ്ച് എന്നൊന്നുമില്ല. ഞാൻ 2-4 ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്നെ കുറിച്ചും ഉണ്ട്, ജസ്റ്റിയെ കുറിച്ചും ഉണ്ട്. ജസ്റ്റ് കറക്റ്റ് പറയണം. പറഞ്ഞറിയത്തില്ല എന്റെ എല്ലാം അത് പ്രിപ്പയർഡ്. എന്നാ പിടിച്ചു എഴുതാ. അല്ല പിന്നെ ജസ്റ്റ് പറയുന്നതാണോ? ഞാൻ എനിക്കൊന്നും അറിയണ്ടേ? ഓ അങ്ങനെ പറഞ്ഞ എനിക്ക് മാറ്റി പറയാലോ. അല്ല ജസ്റ്റിക്ക് മാറ്റി പറയത്തില്ലേ? അതുകൊണ്ട് ജസ്റ്റ് പേരും ഡേറ്റും ഒന്നും എഴുതല്ല. പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ഷീറ്റ് തന്നൊന്നും അല്ല. മാത്സിന്റെ എക്സാം ഒന്നും അല്ല. ഉടനെ എഴുതാൻ തുടങ്ങി. ഇത് കാണുമ്പോ എനിക്ക് മാത്സ് സ്കൂളിലെ എക്സാം ഓർമ്മ വരും. ചോദിക്കട്ടെ, റെഡിയാണോ? ജസ്റ്റിക്ക് എന്താ വെച്ചാൽ ഭയങ്കര നാണം. ജസ്റ്റിന് ഞാൻ വേണ്ടാതീനൊന്നും ചോദിക്കാനാ. ചോദിക്കട്ടെ, ഇത് പ്ലെയിൻ പേപ്പറാണ്. സത്യം പറഞ്ഞാൽ ജസ്റ്റിക്ക് ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഞാൻ എന്നാ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത്. നിസ്സാര ക്വസ്റ്റ്യൻ, വലിയ വലിയ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ജസ്റ്റ് പറയത്തില്ല. അതുകൊണ്ട് എന്താ പ്രൈസിലോടെ എന്ത് എഴുതി വെച്ചേക്കുന്നത്? ജസ്റ്റിൻ ജോളിന്ന്. ഞാനും എഴുതും ലിറ്റി തോമസ് എന്ന്. നോക്കട്ടെ, ലിറ്റി തോമസ് എന്നാ സ്റ്റാൻഡേർഡ് 9C എഴുതുന്നോ? ഓക്കെ, നിങ്ങളെ അധികം വെറുപ്പിക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് എന്താ ആഗ്രഹം കണ്ടത്? എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന്? ജസ്റ്റ് ആദ്യത്തെ എഴുതാനുള്ളതല്ല, ജസ്റ്റ് എന്നെ കുറിച്ചുള്ള എന്റെ 2 നല്ല ക്യാരക്ടറും അല്ല, ജസ്റ്റിക്ക് ഇഷ്ടമുള്ള 2 നല്ല സ്വഭാവങ്ങളും അത് എഴുതണ്ട. പറഞ്ഞാൽ മതി. ഇഷ്ടമില്ലാത്ത 2 സ്വഭാവങ്ങൾ പറ. അത് കഴിയുമ്പോ ഞാൻ ജസ്റ്റിയെ കുറിച്ച് പറയാം. വടി കൊടുത്ത് ഞാൻ അടി വളർത്താ എന്നാ ജസ്റ്റ് പറ. 2 നല്ലതും ഇഷ്ടം പോലെ വേണം. എന്നാ ഒരു 3. അപ്പം ബാഡ് 3 വേണ്ട. അതെനിക്ക് വേണ്ട. 2 നല്ല സ്വഭാവവും 2 ചീത്ത സ്വഭാവവും എന്റെ. ഇതാണ് വടി കൊടുത്ത് അടി വാങ്ങിക്കാന്ന് പറയാതെ. പറ, അത് എഴുതണ്ട, പറഞ്ഞാ മതി. പറ, ഞാൻ ജസ്റ്റ് ആലോചിക്കട്ടെ. പറ. ഞാൻ ക്യാമറ ഓഫ് ചെയ്യണോ? സമയം എടുക്കും. എന്റെ സമയം പോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒന്നും വേണ്ട പോ. നീ എന്റെ ഈ സ്വഭാവം കൊള്ളത്തില്ലെന്ന് ജസ്റ്റിക്ക് തോന്നിയിട്ടുള്ള ഒരു സ്വഭാവം. സമയം നിശ്ചയില്ലായ്മ, അല്ലെങ്കിൽ കാശ് വേസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ഇതെന്തൊക്കെയുണ്ട്. ജസ്റ്റിനെ കൂടി 10 ഞാനിപ്പോ പറഞ്ഞിട്ടില്ല. പറ. എന്നതാണ് ജസ്റ്റ് എഴുതണ്ടോ? പറഞ്ഞാ മതി. കുക്ക് ചെയ്യും. ആദ്യം എന്നാ നല്ല സ്വഭാവമാണ് പറയാൻ പോകുന്നത്. എന്ത് വേണേലും കുക്ക് ചെയ്ത് തരും. പിന്നെ ഇതൊക്കെ പറയാം. ആരുമായിട്ടൊരു പരാതിയില്ല. ആരുമായിട്ടൊരു പണക്കമില്ല. അതാ പറഞ്ഞ് ഞാൻ ജീവിതത്തിൽ ഒത്തിരി അനുഭവിച്ച പെണ്ണ. പക്ഷെ ഒരു സങ്കടം പറയില്ല. ജസ്റ്റ് പൊന്നുപോലെ നോക്കുന്നതാണ്.
അത് വേണ്ട, ഇത് വേണ്ട. എന്നാലും ജസ്റ്റ് പറ, എന്റെ 2 സ്വഭാവം പറ ജസ്റ്റ്. എന്റെ 2 നല്ല സ്വഭാവം. 1, എന്ത് സാധനം പറഞ്ഞാൽ കുക്ക് ചെയ്ത് തരും. ഓക്കെ, സമ്മതിച്ചു. ഐ പ്രൗഡ് മൈസെൽഫ്. എന്നിട്ട് ആരുമായിട്ട് പണക്കമില്ല, പണക്കം വെക്കുമല്ല. അതിന് ആരുമായിട്ട് പണക്കം വെക്കണം? എല്ലാരുമായിട്ടും. അത് 2 ഉള്ളോ? അതല്ല, വേറെ നെഗറ്റീവ്സ് ഒന്നും എന്നെ കുറിച്ച് പറയാനില്ല. ഞാൻ കൊതിയായിട്ടിരിക്കാൻ എന്നെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞേക്കാൻ. ശരിയാണല്ലോ, നെഗറ്റീവ് വരുന്നതേ ഉള്ളൂ. ഓക്കെ, 2 പോസിറ്റീവ് പറഞ്ഞു. ആരോടും പഴക്കമുണ്ടാക്കുകയല്ല, അല്ല ആരോടും ഒരു പിണക്കം വെക്കുകയല്ല. ഞാൻ ലോലിയാണ്. അടുത്ത വർഷത്തെ മദർ തെരേസയ്ക്കുള്ള അവാർഡ് എനിക്കിപ്പോ വരും. അടുത്തത് ഇനി എന്നെ കുറിച്ചുള്ള 2 നെഗറ്റീവ്. ചില സമയത്ത് ജേട്ടുവിനെ എടുത്തിട്ട് തല്ലു. പിന്നെ എന്നോട് പറഞ്ഞാണല്ലോ, ജേട്ടുവിനെ എടുത്തിട്ട് തല്ലും. എന്നിട്ടോ എടുത്തിട്ട് തല്ലും. അത് കുറച്ച് കഴിയുമ്പോ ഇരുന്ന് തന്നത്തായിരുന്നു പട്ടി പോകുന്ന പോലെ ഇരുന്ന് പോകും. പിന്നെ നെഗറ്റീവ് ഇല്ലായിരിക്കും ചിലപ്പോ. എനിക്കോ അതേ ഉള്ളൂ. പറ. ജഡുവിനെ എടുത്തിട്ട് തല്ലുന്ന ജഡു കുത്തക്കടൊക്കെ കാണിക്കുമ്പോഴാ. അത് കഴിഞ്ഞിട്ട് പിന്നെ കരയുന്നത് എനിക്ക് സങ്കടം വന്നിട്ട് കരയും. കൊച്ചല്ലേ, എനിക്കും വികാരങ്ങളും ഇമോഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട്. ഫോൺ ഇങ്ങനെ വെച്ചോണ്ടിരിക്കും നൈറ്റിൽ ഫുള്ള്. ഉറങ്ങാൻ പറഞ്ഞാൽ ഉറങ്ങത്തില്ല. അത് തന്നെ. എനിക്ക് ബ്ലോഗേഴ്സ് ഉള്ളതുകൊണ്ടാ ഇന്ന് എന്റെ നെഗറ്റീവ് പറഞ്ഞ് ഞാൻ തന്നെ എന്റെ ആണി അടിക്കുന്നു. ഇത്ര ഉള്ളോ? വേറെ നെഗറ്റീവ് പറയാൻ പറ്റത്തുള്ളൂ. അയ്യോ, എന്നുള്ള പറഞ്ഞോ, ആൾക്കാർക്ക് സന്തോഷമാണ്. പറ, നെഗറ്റീവ് ഇല്ല. എന്നാ ജസ്റ്റിനെ കുറിച്ചുള്ള 2 പോസിറ്റീവ് നെഗറ്റീവ് പറയട്ടെ. അല്ല, മായച്ചു തന്നെ. എന്തിയാ പേപ്പർ കുറെ ഉണ്ട്. പേപ്പർ ഒന്ന് കാണിച്ചേ. റോക്കറ്റ് വരച്ചു പഠിക്കുന്നു. എന്ത് ജസ്റ്റ് നല്ല ടെൻഷൻ ഉണ്ടോ? ജസ്റ്റിനെ കുറിച്ചുള്ള പോസിറ്റീവ് നെഗറ്റീവ്. ഫസ്റ്റ് പോസിറ്റീവ്. പക്ഷെ ആദ്യത്തെ ഉത്തരം ജസ്റ്റിയുടെ പോസിറ്റീവ് തന്നെയാണ് ജസ്റ്റിയുടെ നെഗറ്റീവ്. ആ ഒരു അപൂർവം ജസ്റ്റിക്ക് മാത്രമേ വന്നുള്ളൂ. കേട്ടല്ലോ? എന്നാന്നറിയോ? ടെൻഷൻ അടിക്കുന്നുണ്ടോ നീ? ചങ്കിടിക്കുന്നുണ്ടോ? വെള്ളം ജസ്റ്റിയുടെ പോസിറ്റീവ് ആണ്. നമ്മൾ എന്ത് ചോദിച്ചാലും ജസ്റ്റ് നമുക്ക് വാങ്ങിച്ചു തരും. അല്ലെ ജസ്റ്റ് എന്ത് ചോദിച്ചാലും വാങ്ങിച്ചു തരുന്നല്ല, ജസ്റ്റിക്ക് നോ പറയാൻ അറിയത്തില്ലെന്നുള്ളത് ഒരു പോസിറ്റീവ്. ഇപ്പൊ ജസ്റ്റോട് പറയാ, എനിക്ക് ഇപ്പൊ കുത്തപ്പിനാറ് പണിത് തരണോ? ജസ്റ്റ് കുത്തപ്പിനാറ് പണിത് തരും. ടാസ്മെന്റ് ഞാൻ പണിതില്ല, കാരണം ഞാൻ ചത്തുപോയി. ജസ്റ്റോട് ഞാനിപ്പോ പറയുവാ, എന്താ പറഞ്ഞ, എനിക്ക് അങ്ങനെ എനിക്ക് ഇപ്പൊ എക്സാമ്പിൾ എന്നാ പറയണ്ടേ, ഞാൻ മിക്കപ്പോഴും കാട്ടിനകത്തൊക്കെ ഓരോ ജസ്റ്റ് ഞാൻ പറ്റിക്കുന്നതായിട്ട് പറഞ്ഞതാവേ. ഞാൻ കാട്ടിനകത്തൊക്കെ എനിക്കിപ്പോ എന്തെങ്കിലും ഒരു സാധനം വേണമെന്ന് ഓർത്തോ, ഞാൻ എങ്ങനെ ഇരുന്ന് ജസ്റ്റ് മുമ്പേന്ന് ഇത് നല്ല ഭംഗിയുണ്ടല്ലേ, കൊള്ളാം എന്ന് പറയുമ്പോ ജസ്റ്റ് അത് അപ്പഴേ എനിക്ക് ഓൺലൈനിൽ വാങ്ങിച്ചു തരും. അങ്ങനെ ഒരു സ്വഭാവം ജസ്റ്റിയുടെ. ഒരു കാര്യം നമ്മളോട് നോ പറയാൻ, അതിപ്പോ എന്നോടാണേലും കൊച്ചിനോടാണേലും അല്ലെങ്കിൽ ജസ്റ്റിയുടെ ഫാമിലിയിലുള്ളവരോടാണേലും എല്ലാവരുടെടുത്തും ജസ്റ്റിക്ക് നോ പറയാറില്ല. അത് ജസ്റ്റിയുടെ ഒരു നല്ല ഗുണമാണെന്ന് വെച്ചാൽ നല്ല ഗുണമാണ്, അതുപോലെ തന്നെ ഒരു ചീത്ത ഗുണമാണ്. ജസ്റ്റിയുടെ അടുത്ത മൈനസും ഇവിടെ ഇത് തന്നെ കേട്ടോ. ജസ്റ്റിക്ക് നോ പറയാൻ അറിയാൻ മേലെന്നുള്ളത്. നോ പറയുമ്പോഴെടുത്ത് നോ പറയണം. അത് കൊച്ചായാലും സ്വന്തം ഭാര്യ ആയാലും അതല്ലെങ്കിൽ സ്വന്തം കുടുംബക്കാരായാലും ആരായാലും. ഞാൻ ജസ്റ്റിയുടെ ഫോർ എക്സാമ്പിൾ പറയാം. ജസ്റ്റ് ഞാൻ ഇന്ന് ഒളിച്ചോടി പോവാ, ഞാൻ ഒരാളുടെ അടുത്ത് ഒളിച്ചോടി പോവാന്ന് ജസ്റ്റ് പൊക്കോ, വൈകുന്നേരം തിരിച്ചു വന്നാൽ മതി. അങ്ങനെ പറയില്ല നീ. ചുമ്മാ തമാശ കേട്ടോ, അങ്ങനെ നിന്നെ ഇട്ടിട്ട് പോയി ഉദ്ദേശിക്കുന്നില്ല. ജസ്റ്റ് നെഗറ്റീവ് അത് തന്നെ. ഒരു നോ പറയാൻ ജസ്റ്റ് കരുത്. ജസ്റ്റ് മിസ്യൂസ് ചെയ്യും ആൾക്കാര്. മിസ്യൂസ് ചെയ്യുന്നതിന് മാത്രമല്ല, കാശിന്റെ മാത്രമല്ല, നമ്മൾ നോ പറയണടുത്ത് നോ പറയണം. ഈ വീട്ടിൽ കൊച്ചിനോടാണേലും ഞാനിവിടെ കിടന്ന് അലറി വീട് തലകുത്തി വെക്കുന്നതിനെല്ലാം കിടന്ന് അലറിച്ചയാ. എന്നാ തല കിടന്ന് അലറുന്നതല്ലേ, എന്നാ അതിനോടൊന്നും ഇച്ചിരി ദേഷ്യപ്പെട്ടേക്കാം, അല്ലെ അതിനോട് എന്നാ അങ്ങനെയില്ല. ഒരു വികാരമില്ലാത്തൊരു ജീവി അതാണ്. പക്ഷെ എല്ലാരും ചോദിച്ചു ജസ്റ്റിക്ക് ദേഷ്യം വരുമെന്ന്. ദേഷ്യമൊക്കെ വരും കേട്ടോ, കൊച്ചു കശ്മീർ ദേഷ്യമൊക്കെ വരും. പക്ഷെ ഈ ഒരു പ്രത്യേക ക്യാരക്ടർ. അപ്പൊ നെഗറ്റീവ് പ്ലസ് പോസിറ്റീവ് ഓരോന്ന് കിട്ടില്ലേ. അടുത്തത് ജസ്റ്റിന്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്ത് മാലിഷ്യം എന്ത് വെച്ചേക്കുന്നത്
എന്ത് ഞാൻ എഴുതി വെച്ചേക്കുന്നേ? ആ എന്തോ എഴുതി വെച്ചു. അടുത്തത് ജസ്റ്റ് നെഗറ്റീവ് എന്ന് പറഞ്ഞാല് ജസ്റ്റ് എന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത്. എന്നെ അങ്ങനല്ല, അതെങ്ങനെ പറയേണ്ടത്? ഫോർ എക്സാമ്പിൾ, ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് ചില സമയത്തൊക്കെ ഭയങ്കര മൂഡ് സ്വിങ്സും ദേഷ്യവും ഒക്കെ വരികയല്ലേ, ആ സമയത്ത് എന്നെ മണ്ടലേക്ക് കയറിച്ചാടും. എന്നാ നമ്മൾ ഇച്ചിരി മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്നോണ്ടാ, എന്നാ വിട്ടേക്കാം, അവളെ വഴിക്ക്, അങ്ങനൊന്നുമില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ചിലപ്പോ ഇപ്പൊ ജസ്റ്റ് വന്നില്ല, കൊച്ചിനെ കടഞ്ഞ് അടിക്കുന്നു. കൊച്ചിനെ ഞാൻ കരയുന്നത് എന്റെ വിഷമം കാരണമാ. എന്നാ ഞാൻ ഭയങ്കര എന്താ പറയുന്നേ, എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ അറിയത്തില്ല കേട്ടോ. എന്നാ ഞാൻ എന്നെ ചില സമയത്ത് ഞാൻ വിചാരിക്കാറുണ്ട്, എന്ത് എന്നെ മനസ്സിലാക്കാത്ത പോലെ പെരുമാറുന്നത്. ജസ്റ്റിക്ക് റിയാക്ഷൻസ് ഇല്ല. ഇപ്പൊ ആരെങ്കിലും വഴിയെ പോകുന്നവരെന്നെ പഞ്ഞി കിട്ടാലും കുറച്ച് കഴിയുമ്പോഴാണ് ജസ്റ്റ് വിചാരിക്കുന്നത്, അയ്യോ പഞ്ഞി കിട്ടത് എന്റെ ഭാര്യയാണല്ലോ. വഴിയെ പോകുന്നതല്ല കേട്ടോ, കുടുംബത്തിലുള്ളവർ തന്നെ. ഒരു ഭർത്താവിന്റെ കടപ്പാട് നിർവഹിക്കുന്നില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ വിചാരിക്കാറുണ്ട്, ജസ്റ്റിക്ക് മച്യൂരിറ്റി ഇച്ചിരി പതുക്കെയാണോ വരുന്നത്. എനിക്ക് കിട്ടേണ്ടത് എല്ലാം കിട്ടി. ഭാര്യനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആരാ? ഭർത്താവല്ലേ. പക്ഷെ ഞാൻ തന്നെയാണ് പ്രൊട്ടക്ട് ചെയ്തത്. എനിക്കറിയാം മേല. അങ്ങനെയാണ് ഞങ്ങളുടെ കാര്യത്തില്. ആ രണ്ട് നെഗറ്റീവ് ജസ്റ്റിയുടെ കാര്യത്തിലുള്ളൂ കേട്ടോ. ആ പേപ്പർ തീർക്കോ? എഴുതാമോ? ജസ്റ്റിയുടെ പോസിറ്റീവ്, രണ്ട് നെഗറ്റീവ് പറഞ്ഞില്ലേ, രണ്ടാമത്തെ പോസിറ്റീവ്. ഒരു പോസിറ്റീവും പറഞ്ഞു, പറയാൻ അടുത്തുള്ള പോസിറ്റീവ് തന്നെ. ഇനിയിപ്പൊ എന്ത് വേണമെന്ന് വിചാരിച്ചു. ഇപ്പൊ ഞാൻ ജസ്റ്റ് എനിക്ക് നെയിൽ പോളിഷ് വേണമെന്ന് പറഞ്ഞാൽ, അല്ല നെയിൽ പോളിഷ് ഇത് എങ്ങനെയുണ്ട് ജസ്റ്റ് ഒരു OPയുടെയോ അല്ലെ ഓർലിയുടെ ഒക്കെ നെയിൽ പോളിഷ് കാണിച്ചാൽ ജസ്റ്റ് അമേരിക്കയിൽ നിന്ന് വരുത്തി തരും എനിക്ക്. അല്ലെ ഇപ്പൊ എന്തിനാ, എനിക്ക് ഇഷ്ടം പോലെ നെയിൽ പോളിഷ് ഉണ്ടല്ലോ, അല്ലെ എനിക്ക് ഇഷ്ടം പോലെ ലിപ്സ്റ്റിക് ഉണ്ടല്ലോ, അങ്ങനെ ജസ്റ്റ് ചിന്തിക്കാൻ. അല്ലെ സെഫോറയിൽ സെയിലാ, ഒരു 500 രൂപയുടെ സാധനം ഞാൻ കാർട്ടിൽ ഇട്ടിട്ടെന്ന് പറഞ്ഞാൽ അപ്പോഴേ ജസ്റ്റ് ഓർഡർ ചെയ്ത് തരും. അതുകൊണ്ട് അത് ചിലപ്പോ എനിക്ക് തോന്നാറുണ്ട് കൊള്ളാം കേട്ടോ, ഒന്നിനും നോ പറയാറത്തില്ലെന്ന്. പക്ഷെ ചിലപ്പോ എനിക്ക് തോന്നാറുണ്ട് ഇത് കൊള്ളത്തുമില്ലെന്ന്. നോ പറയേണ്ടത് നോ പറയണ്ടേ. അതാണ് ജസ്റ്റിയുടെ നെഗറ്റീവ് മാത്രം. രണ്ടാമത്തെ ഞാൻ പറഞ്ഞു, അല്ല രണ്ടും പറഞ്ഞല്ലോ, രണ്ട് നെഗറ്റീവ് പറഞ്ഞില്ലേ, പോസിറ്റീവ് രണ്ടെണ്ണം പറഞ്ഞില്ല അല്ലേ? പോസിറ്റീവ് എന്താ രണ്ടാമത്തെ പോസിറ്റീവ് എന്നാ? ജസ്റ്റ് ഒരു പാവം എന്നുള്ള നല്ലൊരു തങ്കമാർന്ന മനുഷ്യൻ, ഒരു പാവം മനുഷ്യനാ കേട്ടോ. എന്നെ മാനേജ് ചെയ്യാൻ ജസ്റ്റിയെ കൊണ്ടേ പറ്റുള്ളൂ. അതൊരു പോസിറ്റീവ് അല്ലേ ജസ്റ്റ്? അല്ലേ? പിന്നെ ഞാനോ ആരാരെയും വിളിച്ചു പറയും കേട്ടോ. അങ്ങനല്ല, എന്നെ പോലൊരു ക്യാരക്ടറിനെ മാനേജ് ചെയ്യാൻ ജസ്റ്റിയെ കൊണ്ടേ പറ്റത്തുള്ളൂ. ഞാനൊരു ടിപ്പിക്കൽ മല്ലു ക്യാരക്ടർ അല്ല എനിക്ക്, പക്ഷെ ജസ്റ്റിക്കും അല്ല. അതുകൊണ്ട് തന്നെ മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഈശ്വരാ പൊക്കെ പറഞ്ഞത് മുട്ടക്കാട് അടിയായിരിക്കും. പോട്ടെ പച്ച പിടിച്ചു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇനി എവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ മറന്നു. അടുത്തത് എന്റെ ഫേവറേറ്റ് ഫുഡ് എഴുതും. ജസ്റ്റിയുടെ ഫേവറേറ്റ് ഫുഡ് ഞാനും എഴുതാം. അത് ഫുഡ് എന്നുള്ള എല്ലാം ഇഷ്ടമല്ലേ? എഴുതും ഫേവറേറ്റ് ഫുഡ്. ജസ്റ്റ് PSCക്ക് വരുന്ന ക്വസ്റ്റ്യൻ ഒന്നും അല്ല ഞാൻ ചോദിച്ചത്, ജസ്റ്റിയുടെ എഴുതാനാ പറഞ്ഞത്. മൈ ഫേവറേറ്റ് ഫുഡ്. ജസ്റ്റിയുടെ ഫേവറേറ്റ് ഫുഡ് ഞാൻ എഴുതിയിട്ടുണ്ട്. ജസ്റ്റിക്ക് എന്നോട് പിന്നെ ചോദിക്കാണ്ട് ചോദിക്കാം. എന്താണ്? അയ്യോ അപ്പൊ ഞാനും എഴുതണ്ടേ? ജസ്റ്റിയുടെ ഫേവറേറ്റ് ഫുഡ് ഞാൻ എഴുതുന്നത് നാടൻ ഫുഡ്, കപ്പ മീൻ അങ്ങനൊക്കെ. എന്തുവാടാ ജസ്റ്റി? നാടൻ ഫുഡ്, ചോറും കറി അങ്ങനൊക്കെ അതാണ് എഴുതിയേക്കുന്നത്. പിന്നെ കപ്പ മീൻ അങ്ങനത്തെ ഒക്കെ. ഇനി എന്റെ ഫേവറേറ്റ് ഫുഡ് ഞാൻ എഴുതിയേക്കുന്നത്, ജസ്റ്റ് എഴുതിയേക്കുന്നത് എന്തോന്നാ? കോഫി. പിന്നെ എന്തുവാടേ കോഫി മാത്രം കുടിച്ചു മതിയോ? ഞാൻ കോഫി എഴുതിയിട്ടുണ്ട്, പിന്നെ നാടൻ ഫുഡ് എന്ന് എഴുതിയിട്ടുണ്ട്. മൈനസാ, എന്നെ മനസ്സിലാക്കിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. അടുത്തത് ആദ്യം നമ്മൾ തമ്മിൽ ഒരു വഴക്കുണ്ടാക്കിയ ആദ്യം ക്ഷമിക്കുന്ന ആരാ? അല്ലെ ഒന്ന് മിണ്ടുന്നത്, ക്ഷമിക്കുന്നത്, പൊറുക്കുന്നത്? ഹൂ ഫോർഗീവ് ഫസ്റ്റ്? എഴുതിയോ? എഴുതിയോ? നമ്മൾ തമ്മിൽ വഴക്കുണ്ടാക്കി ആദ്യം ക്ഷമിക്കുകയും വന്ന് മിണ്ടുകയും ചെയ്തതാണെന്നുള്ള ക്വസ്റ്റ്യൻ. ക്ഷമിക്കുന്നത് ഞാൻ മിണ്ടുന്നത് ഇവിടെ. അതെന്താ?
ക്ഷമിക്കുന്നല്ലോ ഇട്ടാൻ മേലെ അത് കൊള്ളാലോ. ഞാൻ എഴുതിയേക്കുന്നത് മീ. ഞങ്ങൾ തമ്മിൽ വല്ല അടി ഉണ്ടാക്കിയ ഇങ്ങനെ ഉണ്ടാക്കാറില്ല, പക്ഷെ ഉണ്ടാക്കിയ ക്ഷമിക്കുന്നത് ഞാൻ, പോയി മിണ്ടുന്നത് ഞാൻ. ക്ഷമിക്കുന്നത് ഞാൻ ഞാൻ ക്ഷമിക്കാറില്ല, പോയി മിണ്ടു വെച്ചിട്ട് മനസ്സ് വെക്കും. പോയിന്റ്. ഞാൻ പോയി ആദ്യമേ എനിക്ക് മിണ്ടായിരിക്കാൻ പറ്റത്തില്ല, ജസ്റ്റ് മിണ്ടത്തേ ഇല്ല കേട്ടോ. ഞാൻ പോയി മിണ്ടും, പക്ഷെ ക്ഷമിക്കത്തില്ല, മനസ്സ് വെച്ചിട്ടില്ല. എന്റെ എഴുതി വെച്ചിട്ടുണ്ടോ? നീ എഴുതിയേക്കുന്ന ആരാ? നീന്നോ? അപ്പൊ അതാ പറഞ്ഞത് ക്ഷമിക്കുന്നത് ഞാൻ മിണ്ടുന്ന മുപ്പ്. എടാ വൃത്തിയിട്ടവരെ, ക്ഷമിക്കാന്ന് പറഞ്ഞ അപ്പൊ മിണ്ട, പിന്നെ നീ മിണ്ടാണെന്ന് എന്തിനാ? ജസ്റ്റ് വേണേ 3 ദിവസം ഒരാഴ്ച മിണ്ടായിരിക്കും. പക്ഷെ എനിക്ക് പറ്റത്തില്ലാത്തോണ്ട് അപ്പൊ തന്നെ ഞാൻ പോയി മിണ്ടും. ഫൗള് ക്വസ്റ്റ്യൻ എഴുതി വെച്ചേക്കുവാ. അടുത്തത് അപ്പൊ ഞാനല്ലേ മിണ്ടുന്ന ആദ്യമേ, പാവ ഞാനല്ലേ. അടുത്ത ക്വസ്റ്റ്യനെ, മൈ ഡ്രീം കാർ. ജസ്റ്റിന്റെ ഡ്രീം കാർ ഞാനും എഴുതും, എന്റെ ഡ്രീം കാർ ജസ്റ്റ് എഴുതും. ജസ്റ്റിക്ക് ഡ്രീം കാർ ഒന്ന് മാറ്റി പിടിച്ചേക്കുന്നത്. എഴുതിയോ? എഴുതിയോ? എന്നാ പറ. ആരുടെ? എന്റെയോ? എന്റെ ഡ്രീം കാർ ഞാൻ എഴുതിയേക്കുന്നത് റേഞ്ച് റോവർ. എന്തോന്നാണോ? ജസ്റ്റിന്റെ ഡ്രീം കാർ ഏതാ? എന്റെ BMW എന്നാ ജസ്റ്റ് എഴുതിയത്, പക്ഷെ അല്ല, റേഞ്ച് റോവറാ. BMW ഇഷ്ടമാണ്, അത് സാധിച്ചല്ലോ ഓൾറെഡി. അതുകൊണ്ട് ജസ്റ്റിന്റെ ഡ്രീം കാർ ഞാൻ എഴുതുന്നത് റേഞ്ച് റോവർ. ഞാൻ മനസ്സിൽ ഓർത്തായിരുന്നു കേട്ടോ, ജസ്റ്റ് മിസ്. ഡിഫൻഡർ ഉണ്ടോ നിനക്ക് ഇഷ്ടം? റേഞ്ച് റോവറിന്റെ കമ്പനി വരുന്നല്ലേ ഡിഫൻഡർ, അതുകൊണ്ട് ക്ഷമിച്ചേക്കാം. മനപ്പൊരുത്തമില്ല കേട്ടോ. എന്റെ ഫേവറേറ്റ് കളറും ജസ്റ്റിയുടെ ഫേവറേറ്റ് കളറും. എന്റെ റെഡ്, മുത്തന് പിങ്ക്. കറക്റ്റ്. ഞാൻ എഴുതിയേക്കുന്ന ജസ്റ്റിയുടെ റെഡ്, എന്റെ പിങ്ക്. നല്ല ഒത്തൊരുമ. അത് മാത്രമേ നമുക്ക് ഒത്തൊരുമ. ഇഷ്ടപ്പെട്ടോ? നല്ല രസമുണ്ടല്ലേ? ക്വസ്റ്റ്യൻ തീർന്നു. ഡ്രീം കാർ, ഹൂ ഫോർഗേവ് ഫസ്റ്റ്, ജസ്റ്റിസ് ഫേവറേറ്റ് ഫുഡ്. ഇത്രയൊക്കെ എഴുതിയിട്ടുള്ള ജസ്റ്റ്. നീ എന്നാ വേണ്ടേ? നീ വല്ലതും ചോദിക്കാണ്ടോ? എന്നോട് ചോദിക്കാൻ. ജസ്റ്റിക്ക് എന്നോട് വല്ലതും ചോദിക്കാനുണ്ടോ? ജസ്റ്റിയെ കുറിച്ചുള്ളതോ അല്ലാത്തോ? ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ ഞങ്ങളെ കുറിച്ച്? ജസ്റ്റിയുടെ നെഗറ്റീവ് ഒന്നുകൂടെ പറഞ്ഞിട്ട് എനിക്ക് മതിയായില്ല. ജസ്റ്റ് ഒരു മടിയനെ, സുഹൃത്തുക്കളെ, മടിയൻ. ഈ വീട്ടിൽ എന്നെ വലിയ പോഴത്തില്ല, എല്ലാം ഉണ്ടാക്കുമെന്ന്. ജസ്റ്റ് ഒരു വക ഉണ്ടാക്കുന്നില്ല ഒന്നും. ഇപ്പൊ 9 ദിവസം ഇനി അവധിയാണ് ജസ്റ്റിക്ക്. ഈ 9 ദിവസം ഒരു കുന്തം ആകെ വല്ലപ്പോഴും കാപ്പി ഉണ്ടാക്കി തരുവേ. കാപ്പി ഉണ്ടാക്കി എല്ലാ ദിവസവും വൃത്തിയോട്ടന്ന് വല്ലപ്പോഴും കാപ്പി ഉണ്ടാക്കി തരുന്നത് വൈകുന്നേരം. അതല്ലാതെ ചോറ് വെക്കല, കറി വെക്കല, ഒന്നും വെക്കല. പക്ഷെ നമുക്ക് വേണേ എമിറേറ്റ്സ് പാലസിൽ നിന്ന് വരെ ഫുഡ് വാങ്ങിച്ചു തരും, അത് വേറെ കാര്യം. പക്ഷെ നോ കുക്കിംഗ്. ജസ്റ്റ് ഞാൻ കുക്കിംഗ് എന്ന് പറഞ്ഞ പെണ്ണുങ്ങളുടെ മാത്രം ഒരു പരിപാടിയാണ്. അതിന് ജസ്റ്റ് നീ കുക്ക് ചെയ്യാത്തെ? ജസ്റ്റ് എന്നെ കുറിച്ചുള്ള 2-3 പോസിറ്റീവുകളെ പറ. ഒരു മിനിറ്റ്, ഞാൻ സൂത്രം കാണിക്കും ജസ്റ്റ് നിങ്ങളെ. ഒരു മിനിറ്റ്, ആ പേപ്പർ മൊത്തം എഴുതി ജസ്റ്റ് വരച്ചു നിർത്തും. എന്തോ ജസ്റ്റ് ഇതിന്റെ പുറവശം നിങ്ങൾ കണ്ടോ? ഇതിന്റെ പുറവശമൊക്കെ പറ. എന്നെ കുറിച്ച് നെഗറ്റീവ് പറ. എനിക്ക് വൃത്തിയില്ലെന്നോ അങ്ങനൊന്നും ഇല്ല. നെഗറ്റീവ് പോസിറ്റീവ്. അപ്പൊ ഇത്ര ഉള്ളു. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കാൻ വല്ലോണ്ടെങ്കിൽ ചോദിച്ചോ കേട്ടോ. അപ്പൊ ശരി, എന്നാ പോയേച്ചും വരാം. കുടുംബം ഒന്നും അടി വെച്ച് കളിക്കില്ല. ഓക്കെ, ബൈ. ബൈ.